നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ടുള്ള വീട്ടിൽ പറ്റുന്ന 4 കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ കോൾഗേറ്റ് ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് നമ്മുടെ ഏത് വിരലിലാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അതിൽ നമുക്കിതൊന്ന് തേച്ച് വെക്കാം കേട്ടോ. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, കുറച്ചൊരു സമയം എടുക്കും. ഇതൊരു 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പം നമുക്കിതാ ഒരു കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഒരു ടിഷ്യൂ വെച്ചിട്ട് ഞാനിതൊന്ന് റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ, അപ്പോഴാണ് ഇത് പോവുക. പക്ഷേ 2-3 രീതികളുണ്ട്. അതിലത്തെ ഒരു ആദ്യത്തെ രീതിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ കോൾഗേറ്റ് ഈ ഒരു പേസ്റ്റിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നമ്മളൊന്ന് റബ്ബ് ചെയ്യണം കേട്ടോ, അപ്പോൾ മാത്രമാണ് അത് പോകുന്നത്. ഇനി അടുത്ത ഒരു രീതി ഞാൻ കാണിച്ചു തരാം. അത് കുറച്ചും കൂടെ പെട്ടെന്ന് പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അടുത്തൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പെർഫ്യൂം ഇല്ലേ, അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇതിലേക്ക് ഒരു ടിഷ്യൂലോട്ടൊന്ന് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് എടുത്താലും മതി കേട്ടോ, അതിലോട്ടൊന്ന് സ്പ്രേ ചെയ്യുക. അതിനുശേഷം നമുക്ക് അതൊന്ന് റബ്ബ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പെർഫ്യൂം എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാണോ പെട്ടെന്ന് പോകുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പെർഫ്യൂം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് പോകുന്നതായിട്ട് തോന്നിയത്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് ഇപ്പോൾ നമ്മൾ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു തുണിയിലോട്ടോ അല്ലാതെ ഡയറക്റ്റ് നമ്മുടെ നെയിലോട്ട് പെർഫ്യൂം അടിച്ചതിന് ശേഷം നമ്മൾ റബ്ബ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ടിഷ്യൂൽ വെച്ചാണ് കാണിച്ചത്, അതുകൊണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേസ്റ്റിനേക്കാളും പെട്ടെന്ന് പോകുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ റബ്ബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തൊരു രീതി ഏതാണെന്ന് കാണിക്കാം കേട്ടോ. അടുത്ത 3ാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ സാനിറ്റൈസർ ആണ് കേട്ടോ. നമ്മുടെ സാനിറ്റൈസർ ഇതേപോലെ തന്നെ ഒരു ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു തുണിയിലോട്ടോ എടുക്കുക. അതിനുശേഷം അത് നെയിൽ പോളിഷിന് പുറത്ത് നമ്മൾ റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതും പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് നമ്മൾ ഒരൊറ്റ ഇത് മാത്രമേ വേണ്ടുള്ളൂ. ഞാനിത് എനിക്ക് തോന്നുന്നു പെർഫ്യൂമിനേക്കാൾ ഈസി ആയിട്ട് ഇത് പോകുന്നുണ്ട് എന്ന് കേട്ടോ. അപ്പോൾ ഇത് 3ാമത്തെ ഒരു രീതിയാണ്. സാനിറ്റൈസർ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏറ്റവും എനിക്ക് എളുപ്പം തോന്നിയത് ഇതാണ്. ഇനി അടുത്ത ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടെ കാണിക്കാം കേട്ടോ. അടുത്ത നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെയിൽ പോളിഷ് വീണ്ടും നമ്മൾ ഒരു കോട്ട് കൂടെ അതിന് പുറത്തിടുക. അതിനുശേഷം നമുക്ക് ഇത്തിരി ഒന്ന് ഒരു കട്ടിയിലിടാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെ അപ്പം തന്നെ നല്ല രീതിയിൽ നല്ല ഒന്ന് അമർത്തി ഒന്ന് തുടച്ചാൽ മതി കേട്ടോ. അപ്പം തന്നെ അത് പോയി കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രീതി കൂടി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ നെയിൽ പോളിഷ് ഒരു കോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരുപാട്, അതായത് ഒരു മുകളിലിട്ട് കുറേ കോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന 2 രീതിയെ എനിക്ക് തോന്നിയത് നമ്മുടെ എന്താ പറയുക, ഏതെങ്കിലും ഒരു പെർഫ്യൂമോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാനിറ്റൈസറോ ആണ് കേട്ടോ. ഈ ഒരു 2 എണ്ണമാണ് അതിൽ ഏറ്റവും ഫസ്റ്റ് എനിക്ക് തോന്നിയത് നമ്മുടെ സാനിറ്റൈസർ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു കാര്യം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫ്യൂം. ഈ ഒരു 2 കാര്യം നമുക്ക് ഈസിലി പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനായിട്ട് റിമൂവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അതിലത്തെ ഏത് രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. 1 മിനിറ്റ്, 1 സെക്കൻഡിൻ്റെ, 1-2 മിനിറ്റിൻ്റെ അകത്ത് പോകുന്ന കാര്യങ്ങളാണ് ഈ 4 കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.